നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. ഇക്കുറി രാജപ്രതിനിധി പങ്കെടുക്കുന്നില്ല. സന്നിധാനം ഭക്തിസാന്ദ്രം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. കരുനാഗപ്പള്ളിയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മരിച്ചത് സലീം മണ്ണൽ. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയും കേസ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ കാർ കത്തിയ ഒരു മരണം. വയനാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വർക്കലയിൽ വിനോദസഞ്ചാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വന്യജീവി ബൈക്കിലിടിച്ച് യാത്രികന് പരിക്ക്. മലപ്പുറം വഴിക്കടവ് 2ാം പാടത്ത് ബൈക്കിന് മുന്നിൽ ചാടിയത് പുലിയെന്ന് വിലയിരുത്തൽ. മകരസംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 12:53 ഘോഷയാത്ര ആരംഭിച്ചത്. പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗം മരിച്ചതിനാൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഇക്കുറി രാജപ്രതിനിധി പങ്കെടുക്കുന്നില്ല. രാവിലെ 7 മണിക്ക് ഭക്തർക്ക് ദർശനത്തിനായി തിരുവാഭരണ പേടകങ്ങൾ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും കൊട്ടാരത്തിന് സമീപമുള്ള പുത്തൻ മേടത്താഴിയിൽ താൽക്കാലികമായി ക്രമീകരിച്ച പന്തലിലേക്ക് മാറ്റി. തുടർന്ന് ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് 12:50 ക്ഷേത്രം മേൽശാന്തി പേടകങ്ങളിൽ നീരാഞ്ജനം ഒഴിഞ്ഞ് ചടങ്ങുകൾ പൂർത്തിയാക്കി. തിരുവാഭരണ പേടകങ്ങൾ രാജകുടുംബാംഗങ്ങൾ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ ശിരസിലേറ്റിയതോടെ ഘോഷയാത്ര ആരംഭിച്ചു. പേരാണ് തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള സംഘത്തിലുള്ളത്. കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല. പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ചടങ്ങുകൾ ഒഴിവാക്കിയത്. രാജപ്രതിനിധിയും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നില്ല. പരമ്പരാഗത പാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന സംഘം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലും 2ാം ദിവസം ലാഹ വനംവകുപ്പ് സത്രത്തിലുമാണ് വിശ്രമിക്കുക. 3ാം ദിവസം വൈകിട്ട് 5 മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരും. ന്യൂസ് 18 പത്തനംതിട്ട. മകരവിളക്കിന് 1000 പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി. തീർത്ഥാടകർ മടങ്ങുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഗതാഗത നിയന്ത്രണം ഉണ്ടാകൂവെന്നും DGP പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിൻ്റെ ഏകദേശം 900 ആൾക്കാർ, അതിൽ 4 SP-മാർ, 19 DYSP-മാർ, 15 ഇൻസ്പെക്ടർമാരടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം, പിന്നെ ഹെലികോപ്റ്റർ സർവീലൻസും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ CCTV ക്യാമറ സർവീലൻസും കൂടാതെ നമ്മളെ BDDS യൂണിറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി ഇടുക്കി ജില്ലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പുല്ലുമേട്ടിൽ സന്ദർശനം നടത്തി. രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് പുല്ലുമേട്ടിലേക്ക് ഭക്തർക്ക് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ മകരവിളക്ക് ദർശനത്തിനായി ഇത്തവണ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രത്തോളം ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വള്ളക്കടവിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം വിവിധ വകുപ്പുകളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ പുല്ലുമേട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൗകര്യം എന്നിവ ക്രമീകരിക്കും. 6 പോയിന്റുകളിൽ അഗ്നിരക്ഷാ വകുപ്പിനെ ചുമതലപ്പെടുത്തി.
ഏർപ്പെടുത്തി. കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ 14 കിലോമീറ്റർ വെളിച്ച സംവിധാനം ക്രമീകരിക്കും. ഭക്തർക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും. പുല്ലുമേട് ടോപ്പിൽ മിന്നൽ രക്ഷാ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. കുമളിയിൽ നിന്ന് KSRTC ഉച്ചയ്ക്ക് 1 വരെ 65 ബസ്സുകൾ സർവീസ് നടത്തും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് 2 മണിവരെ ഭക്തർക്ക് പ്രവേശിക്കാം. പോലീസ്, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാ പോയിന്റുകളിലും ഉണ്ടായിരിക്കും. പിന്നെ കുടിവെള്ള സൗകര്യങ്ങൾ, മെഡിക്കൽ ടീമിൻ്റെ സൗകര്യങ്ങൾ, ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിന് ശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല. 1400 പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കാനാണ് തീരുമാനം. 1400 പോലീസുകാരെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 6 ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ എൻഷുർ ചെയ്യും. തീർത്ഥാടകർക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടെ പോലീസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളോടും സഹകരണം തീർത്ഥാടക ഭാഗത്തു നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പുല്ലുമേടിന് പുറമെ പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും ദർശന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയും ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കല്ലാച്ചിയിൽ കടന്നലുകളുടെ ആക്രമണം, 10ഓളം പേർക്ക് കുത്തേറ്റു. കല്ലാച്ചി കുമ്മങ്കോട് കള്ളുഷാപ്പ് പരിസരത്താണ് സംഭവം. റോഡിലൂടെ പോകുകയായിരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കും കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നാവായിക്കുളം 28-ാം മൈലിൽ KSRTC ബസ്സും പിക്കപ്പ് ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് കായംകുളത്തേക്ക് പോയ KSRTC ഫാസ്റ്റ് ബസ്സും എതിർദിശയിൽ വന്ന പിക്കപ്പ് ഓട്ടോയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. പിക്കപ്പ് ഓട്ടോയിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണൽ കൊല്ലപ്പെട്ട കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ കണ്ടാലറിയാകുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് സംഭവം. കരുനാഗപ്പള്ളി സ്വദേശിയായ യുവാവിന്റെയും കോയിവിള സ്വദേശിനിയായ യുവതിയുടെയും വിവാഹബന്ധം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തർക്കം പരിഹരിക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണലിന് മർദ്ദനമേൽക്കുകയായിരുന്നു. കൊല്ലം പാലോലിക്കുളങ്ങര മഹൽ സെക്രട്ടറി ഷമീറിനും സംഘർഷത്തിൽ പരിക്കേറ്റു. സലീമിനെ അസഭ്യം പറഞ്ഞ് നെഞ്ചിലിടിച്ചുവെന്നും ബൈക്കിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് FIR. മർദ്ദനത്തിൽ പരിക്കേറ്റ സലീമിനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. യുവതിയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവമ്പാടിയിൽ കാർ കത്തി ഒരാൾ മരിച്ചു. പുന്നക്കൽ ചപ്പാത്ത് റോഡിലാണ് അപകടം. പുന്നക്കൽ സ്വദേശി അഗസ്റ്റിൻ ജോസഫാണ് മരിച്ചത്. അഗസ്റ്റിൻ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള മാരുതി ഓൾട്ടോ കാറാണ് കത്തി നശിച്ചത്. രാത്രി 12 മണിയോടെ ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരാണ് കാർ കത്തുന്നത് കണ്ടത്. തിരുവമ്പാടി പോലീസ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. വടക്കാഞ്ചേരി മങ്കരയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ അപകടം. പോസ്റ്റ് വീണ് 2 പേർക്ക് പരിക്ക്. മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ ഇവരെ തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് തരുവണ കരിങ്ങാരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മരിച്ച ഡ്രൈവർ മരിച്ചു. കരിങ്കാരി ചങ്കരപ്പാൻ CH ബഷീറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം വർക്കലയിൽ വിനോദസഞ്ചാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാപ്പിൽ വെറ്റക്കട പെത്തിരിമുക്കിന് സമീപം കടൽ തീരത്തോട് ചേർന്നുള്ള പൊന്തക്കാട്ടിലാണ് മൃതദേഹം കണ്ടത്. യുക്രൈൻ സ്വദേശി അലക്സാണ്ടർ യൂഷോയാണ് മരിച്ചത്. വിദേശിയുടെ മോട്ടോർ ബൈക്കും കടൽ തീരത്തിന് സമീപത്തുനിന്ന് പോലീസ് കണ്ടെത്തി. ഇടുക്കി അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് പടയപ്പ എന്ന കാട്ടാന. കണ്ണൻദേവൻ കമ്പനിയുടെ കന്നിമല എസ്റ്റേറ്റിന് സമീപത്താണ് രാത്രി 10 മണിയോടെ കാട്ടാന ഇറങ്ങിയത്. തൊഴിലാളികൾ ബഹളം വെച്ച് കാട്ടാനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് വനപാലകരുടെ സംഘമെത്തിയാണ് ആനയെ സമീപത്തെ കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പും പടയപ്പ അന്തർ സംസ്ഥാന പാതയിലെത്തി വാഹനങ്ങൾ തടഞ്ഞിരുന്നു. മലപ്പുറം വഴിക്കടവ് 2-ാം പാടത്ത് വന്യജീവി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കടയടച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന പന്താർ അസറിനാണ് പരിക്കേറ്റത്. ബൈക്കിന് മുന്നിൽ ചാടിയത് പുലിയാണെന്ന് അസർ ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് സംഭവം. രാത്രി കടയടച്ച് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അസർ അപകടത്തിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി മുന്നിൽ ചാടിയ പുലിയെ ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു.
ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുലിയെ വ്യക്തമായി കണ്ടതായി അസർ അവകാശപ്പെടുന്നു. വീഴ്ചയിൽ അസറിന് കാര്യമായ പരുക്കേറ്റിട്ടുണ്ട്. പുലി തന്നെയാണ്. അങ്ങേ ഭാഗത്ത് ചാടിക്കാണോ അങ്ങോട്ട് വില കുറിഞ്ഞിക്കണോ അല്ലാത്ത അടിച്ചടിയിൽ ഞാൻ തെറിച്ചു പോയി. എൻ്റെ ഹെൽമെറ്റ് ഒരു തലക്കും മന്തപ്പോഴേക്കണ് ഊരവേദന എടുത്തിട്ട് അതിലേറെ ഒരവസ്ഥയാണ് ഇപ്പോൾ. 2-3 ദിവസം മുന്നേ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു. ടാർ ചെയ്ത റോഡായതിനാൽ കാൽപ്പാടുകളൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാൽപ്പാടുള്ളത് പുലിയുടേതാണെന്ന് വ്യക്തമല്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ പുലിയാണോ എന്നത് വ്യക്തമാകൂ എന്ന നിലപാടിലാണ് വനംവകുപ്പ്. ന്യൂസ് 18 മലപ്പുറം. ജനുവരിയിലും ഇടുക്കിയിലെങ്ങും മഞ്ഞിൻ കാഴ്ചകളാണ്. തേയിലച്ചെരുവുകളെ പുതുഞ്ഞെത്തുന്ന കോടമഞ്ഞാണ് നിറയെ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടുതലാണ്. ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇക്കുറി ഇടുക്കിക്ക് സമ്മാനിച്ചത് മനോഹര കാഴ്ചകളാണ്. ജനുവരിയിലും കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുകയാണ് ഇടുക്കി. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയിലച്ചെരുവുകളെ തഴുകിമൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കാണാനാകും. മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും. പകൽ സമയത്തും കടുത്ത മൂടൽമഞ്ഞ്. ദൂരക്കാഴ്ചകൾ മറച്ച് കോടമഞ്ഞ് കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്കുമേൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിനോദസഞ്ചാരികൾ എത്തുന്നത്. പണ്ടൊക്കെ മൂന്നാറ് മറ്റേ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. കാരണം ഇവിടെ പഴം, പച്ചക്കറി ഉൾപ്പെടെ ശർക്കര, മലയോര ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരി എത്തുന്നത്. കാന്തല്ലൂരും മൂന്നാറും മാത്രമല്ല, രാമക്കൽമേട്ടിലും ചതുരംഗപ്പാറയിലുമെല്ലാം കോടമഞ്ഞ് വിസ്മയം തീർക്കുന്നുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകും വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. പ്രവർത്തനത്തിനാണ് കാർഷിക കേരളം. മാതൃകാ കർഷകനായ ഇടുക്കി രാജാക്കാട് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 96 ഇനം പച്ചക്കറികളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതിക്ക് പിന്നിൽ. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 96 ഇനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു. കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവിളയിൽ നിന്ന് ലഭിക്കും. ഇതിപ്പോൾ 36 വർഷം കഴിഞ്ഞു, 37 വർഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ശീതകാല പച്ചക്കറി തന്നെ 1/2 ഏക്കർ സ്ഥലം എക്സ്ട്രാ ഉണ്ട്. പാവൽ 2 ഏക്കർ, കപ്പ ഐറ്റങ്ങളെല്ലാം കൂടി 2 ഏക്കർ സ്ഥലമാണ് നമ്മൾ രാജാക്കാട് കൃഷി ചെയ്യുന്നത്. രാജാക്കാട് കൃഷി ഭവൻ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് എത്തിയത്. വാഴക്കിടവിളയായി കൂർക്ക, മധുരക്കിഴങ്ങ്, എള്ള്,
കടുക്, പയറ് എന്നിവയാണെങ്കിൽ പാവൽത്തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് കാബേജും ക്യാരറ്റും ബീറ്റ്റൂട്ടും തക്കാളിയുമൊക്കെയാണ്. ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും. ഇടുക്കിയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന മറ്റ് കൃഷിയിടങ്ങൾ കുറവാകും. കൃഷ്ണനും ഭാര്യ രാധയും രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തും. വൈകിട്ട് 6 മണിക്കാണ് മടക്കം. ആദ്യകാലങ്ങളിലൊക്കെ കൃഷിയെപ്പറ്റി അറിയത്തില്ലാത്ത കൊണ്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു. പിന്നീട് കൃഷി ചെയ്ത് അത് പരിചയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിരന്തരം ഇത് തന്നെയാണ് കൃഷിയുടെ പുറകെ നിന്ന് ഇപ്പോൾ നല്ല താല്പര്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും മാറ്റി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം എന്ന് പറഞ്ഞ പോലെ വീണ്ടും ചെയ്യാനുള്ള ഒരു ഇതാണ്. പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത്. ഇതില്ലാതെ പറ്റില്ല. പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്തതും എല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി.